Here we discuss theorem 3 in measure theory, FATUOUS lemma. The statement is, let Fn be a sequence of non-negative measurable functions. Then integral limit infimum Fn dx is less than or equal to limit infimum integral Fn dx. That is the statement of FATUOUS lemma. Given Fn a sequence in which the all functions are non-negative and also measurable functions. Now to prove that this inequality, integral of limit infimum Fn less than or equal to limit infimum integral Fn dx. Okay. അപ്പോൾ അതിൽ ഈ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് കറക്റ്റ് നോക്കണം. ഇത്തിരി ലെങ്തി പ്രൂഫാണ്. നോട്ട്സ് കറക്റ്റ് നോക്കുക, വായിക്കുക, ദെൻ ഈ വീഡിയോ കാണുക. ഇവിടെ നമ്മുടെ ഈ പ്രൂഫിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു അസംപ്ഷൻ എടുക്കുക. ലെറ്റ് എഫ് ഈക്വൾ ടു ലിമിറ്റ് ഇൻഫിമം Fn എന്ന് അസ്യൂം ചെയ്തു. ദെൻ എഫ് ഈസ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ ലിമിറ്റ് Fn-ഉം ഇൻഫിമം Fn എല്ലാം എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Fn എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് Fn എന്ന് പറയുന്നത് Fn മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻഫിമവും മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ ലിമിറ്റും മെഷറബിൾ ഫംഗ്ഷൻസ് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് പ്രകാരം എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ്. And we introduce a simple functions phi be any measurable simple function with phi less than or equal to f എന്ന് നമ്മൾ assume ചെയ്തു. Therefore we will first prove that integral phi dx is less than or equal to limit infimum ഇൻ്റഗ്രൽ Fn എന്ന് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യും. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സുപ്രീമം ദെൻ ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ എഫ് എന്ന് എഴുതിയാൽ ഈ വാല്യൂ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ആയിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡ് അത് തന്നെ ഹോൾഡ് ചെയ്യും, ലിമിറ്റ് ഇൻഫിം. അതെൻ്റെ മെത്തേഡ്. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എന്ന് കിട്ടും. വാട്ട് ഈസ് എഫ് ഈസ് ലിമിറ്റ് ഇൻഫിമം Fn അസംഷൻ. അങ്ങനെ നമ്മുടെ ഫട്ടൂസ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രൽ ഫൈ ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ Fn ഡി എക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് ആദ്യത്തെ നമ്മുടെ എയിമാണ്. ഇറ്റ്സ് എ ലെങ്തി വർക്ക്. First we assume integral phi dx is equal to infinity. ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്യും. അടുത്തത് ലെസ് ദാൻ ഇൻഫിനിറ്റി. അത് രണ്ട് കേസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Then phi dx, integral phi dx is infinity. Then by definition of the integral of a simple function. Definition of the integral of a simple function. There exists a measurable set A such that measure of A is equal to infinity. That is the definition of integral of simple function. സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെഷറബിൾ സെറ്റ് ഉണ്ടാകും. ആ മെഷറബിൾ സെറ്റിൻ്റെ മെഷർ ഓഫ് ദാറ്റ് സെറ്റ് ഈസ് ഇൻഫിനിറ്റി ആയിരിക്കും. ആൻഡ് ആൾസോ അവർ ഫൈ ഫംഗ്ഷൻ, സിമ്പിൾ ഫംഗ്ഷൻ is greater than 0 and also we pre-assign number A ഒരു പ്രത്യേക നമ്പറിനേക്കാളും കൂടുതലായിരിക്കും, പോസിറ്റീവിനേക്കാൾ കൂടുതലായിരിക്കും.
ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വരണമെങ്കിൽ ഈ വാല്യൂ സിമ്പിൾ ഫംഗ്ഷൻ്റെ വാല്യൂ എവറി ടൈം പോസിറ്റീവ് ആൻഡ് ആൾസോ ദാറ്റ് ഈസ് മോർ ദാൻ എ ഫിക്സഡ് നമ്പർ ഓൺ എ. That is the importance or definition of integral of simple function. And we assume, now we assume or write, introduce another function gkx. Gkx equal to infimum j greater than or equal to k base then fjx. അങ്ങനെ അസ്യൂം ചെയ്യുന്നു. അതിൽ g1 എന്ന് പറയുമ്പോൾ g1x എന്ന് പറയുന്നത് infim of what? Here k equal to 1, therefore infim of f1x, f2x, etc. അതെൻ്റെ മീനിങ്. g2x ആകുമ്പോൾ infim of f2x, f3x, etc. From this we say that or observe that gix is an increasing function. g1x is infimum of f1x, f2x, etc. g2x is infimum of f2x, f3x, etc. g3x is what is g3x? Is infimum of f3x, f4x, etc. Therefore it is an increasing sequence and whose limit is limit n k tends to infinity, gkx is equal to f of x. Our assumption is limit infimum fnx is assume as f of x. നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജി കെ എക്സ് എൻ്റെ ഇൻഫിമം ആണ്, ഓഫ് എഫ് എൻ എക്സ് ആണ്. Therefore, limit k tends to infinity, gkx equal to f of x. Gkx is an increasing sequence, and also we assume an corresponding that to gk. That is, an is set of x such that gkx greater than a for all k greater than or equal to n. Okay. Now we prove that our sequence, our set an, that is sequence an is an increasing sequence. For that we prove that an is subset of an plus 1. For that we assume x element an, which implies gkx greater than a for all k greater than or equal to n. Our assumption k greater than or equal to n ൽ gkx greater than a ആണെങ്കിൽ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, gk of x greater than a for every k greater than or equal to n plus 1. n മുതലുള്ള കകൾക്ക് gkx greater than a ആണെങ്കിൽ n+1 മുതലുള്ളതിനും ശരിയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ജി കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് ജി ഓഫ് എൻ എക്സ് ഗ്രേറ്റർ ദാൻ എ, ജി ഓഫ് n+1 എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എ, ജി ഓഫ് n+2 എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എ, എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇത് n+1നും ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, നമ്മുടെ ആർഗ്യുമെൻറ്റ് ശരിയാണ്. ആ ആർഗ്യുമെൻ്റ് ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് ഏതിന് കറസ്പോണ്ടിങ് ആ, ദാറ്റ് ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് എ എൻ പ്ലസ് 1. അതിനു വേണ്ടി അതങ്ങനെ എഴുതാം. Therefore എ എൻ ഈസ് സബ്സെറ്റ് ഓഫ് എ എൻ പ്ലസ് 1. ഇപ്പോൾ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് കിട്ടി. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടുന്നത് എ സബ്സെറ്റ് യൂണിയൻ ഓഫ് എ എൻ എന്ന് പ്രൂവ് ചെയ്യണം. ഇത് അടുത്തത്. അതിനുവേണ്ടി നമ്മളിവിടെ എക്സ് എലമെൻറ്റ് എ എടുക്കുന്നു. ദാറ്റ് ഇംപ്ലൈസ് 5x, നേരത്തെ അസ്യൂം 5 of x greater than a. Okay. Now we find limit k tends to infinity gk of x. This is that observed as an limit k tends to infinity gk of x ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്.
എഫ് ഓഫ് എക്സ് എന്ന്. ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു psi എക്സ് എന്ന് നേരത്തെ ആദ്യം അസ്യൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് psi ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എ. That is this value, limit k tends to infinity, gk of x is greater than a. ഇപ്പോൾ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, മീൻസ് ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ജി കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇപ്പോൾ ലിമിറ്റ് 1/n, സീക്വൻസ് 1/n ടെൻസ് ടു 0, ലിമിറ്റ് ഓഫ് 1/n = 0 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ സീക്വൻസിൽ എല്ലാവരും സീറോയുമായിട്ട് വെരി വെരി നിയറസ്റ്റ് ആണ് എന്ന് പറയുന്ന പോലെ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ജി കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞുള്ള എന്നുകൾക്ക് ജി കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആകണം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് element an by definition for some n. Therefore ഇപ്പോൾ എയിലുണ്ടെങ്കിൽ യൂണിയനിലുണ്ടാകും. അപ്പോൾ എയിലെ എലമെൻറ്റ് യൂണിയനിലുണ്ട്. അപ്പോൾ എ സബ്സെറ്റ് യൂണിയൻ എ എന്ന് കിട്ടി. അപ്പോൾ അതും പ്രൂവ് ചെയ്തു. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻക്രീസിങ് സീക്വൻസ് കിട്ടി. എ കണ്ടെയ്നിങ് യൂണിയൻ എ എന്ന് പ്രൂവ് ചെയ്തു. ദെൻ മെഷർ ഓഫ് എ കാണിക്കുക. മെഷർ ഓഫ് എ ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി. മെഷർ ഓഫ് എ ഇസ് സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി. മെഷർ ഓഫ് യൂണിയൻ എ എൻ. Here we have proved that A is subset of union A n. Then measure of A is subset is less than or equal to measure of union A n by this monotone property. And A n is an increasing sequence. Therefore, measure of union A n is equal to measure of limit A n. നമ്മൾ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ യൂണിയൻ ആണെങ്കിൽ യൂണിയൻ ഓഫ് എ എൻ എന്ന് പറയുന്നത് ലിമിറ്റ് എ എൻ എന്ന് എഴുതാം. ഇൻ്റർസെക്ഷൻ തന്നിട്ട് ഡിക്രീസിങ് സീക്വൻസിൻ്റെ തന്നിട്ട് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എ എൻ, അങ്ങനെ ഇൻ്റർസെക്ഷൻ ഓഫ് എ എൻ ഈക്വൽ ടു ലിമിറ്റ് എ എൻ എന്ന് എഴുതാം. നമ്മൾ അങ്ങനെ ഒരു തിയറി നേരത്തെ കണ്ടിട്ടുണ്ട് മെഷർ തിയറിയിൽ. ഇപ്പോൾ മെഷർ ഓഫ് ലിമിറ്റ് എ എൻ എന്ന് കിട്ടി. അതിനെ നമുക്ക് ലിമിറ്റ് എന്നുള്ളതിനെ ലിമിറ്റ് മെഷർ ഓഫ് എ എൻ എന്ന് എഴുതാം ഇതിനെ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലിമിറ്റ് മെഷർ ഓഫ് എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് എ എന്ന് കിട്ടി. ആൻഡ് മെഷർ ഓഫ് എ ഈസ് വി അസ്യൂംഡ് ആസ് ഇൻഫിനിറ്റി. ദെയർഫോർ ഈ ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് എ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ കേസ് 1ൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. നമ്മളിവിടെ അറിയാം എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എൻ ആണ്. അത് കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റ് ഇൻ്റഗ്രൽ കൊടുത്തു. ഇൻ്റഗ്രൽ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എൻ കിട്ടി. ഇത് തന്നെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് എ എൻ ജി എൻ ഡി എക്സ് എന്ന് എഴുതാം. നമ്മളത് മെഷറിൻ്റെ ഈ സബ്സെറ്റുകളുടെ പ്രത്യേകത വെച്ച് എഴുതാം. Okay, then Gn is greater than a or greater than or equal to a, which implies integral a dx an, and by theory integral a dx over an is equal to a into measure of, നമ്മളൊരു പ്രോപ്പർട്ടി അങ്ങനെ കണ്ടിട്ടുണ്ട്, മെഷർ ഓഫ് എ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ മെഷർ ഓഫ് എ എൻ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മെഷർ ഓഫ് എ എൻ എ ഇൻറ്റു മെഷർ ഓഫ് എ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ ഡി എക്സ്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇവിടെ ഇൻഫിമം ലിമിറ്റ് ഇൻഫിമം പോസ്റ്റ് ചെയ്യുന്നു ആൻസറിന് വേണ്ടി. ലെഫ്റ്റ് ഇൻഫിമം എഫ് എൻ
ഡി എക്സ് ലെഫ്റ്റിൽ ലിമിറ്റ് ഇൻഫിമം കൊടുത്തു. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എവിടെ ഉണ്ട്, ലിമിറ്റ് എ എൻ, ലിമിറ്റ് മെഷർ ആദ്യം കിട്ടിയത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ എഫ് എൻ ഡി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു മെഷർ ഓഫ് എ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ഇൻഫിമം പോസ്റ്റ് ചെയ്തു ഇവിടെ. ദെൻ റൈറ്റിൽ ലിമിറ്റ് ഇൻഫിമം, ഇൻഫിമം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ലിമിറ്റ് ആയാലും മതി, ലിമിറ്റ് ഇൻഫിമം ആയാലും പ്രശ്നമില്ല. ഓക്കെ, ഈ മെഷർ ഓഫ് എ എന്നെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, നേരത്തെ കിട്ടിയിട്ടുണ്ട് മെഷർ ഓഫ് എ എൻ. അപ്പോൾ അതിന് ലിമിറ്റ് മെഷർ ഓഫ് എ എൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകും. ദാറ്റ് മീൻസ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി എക്സ്, ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. Therefore, ആദ്യം നമ്മൾ അസ്യൂം ചെയ്തിരുന്നു ഇൻ്റഗ്രൽ ഫൈവ് ഡി എക്സ് ഈസ് ഇൻഫിനിറ്റി. ഇപ്പോൾ നമുക്ക് കിട്ടുന്നു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. Therefore, they are equal. Hence the first part. Okay, then second case 2 is assume that integral pi dx is less than infinity. അത് ഈക്വൽ ടു ഇൻഫിനിറ്റി എടുത്തു, ഇപ്പോൾ ലെസ് ദാൻ ഇൻഫിനിറ്റി എടുത്തു. ഇവിടെ നമ്മൾ അവിടെ എ എഴുതിയ പോലെ ഇവിടെ ബി എഴുതുന്നു. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് ഫൈവ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അങ്ങോട്ട് സെറ്റ് അസ്യൂം ചെയ്യുന്നു. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ മെഷർ ഓഫ് ദാറ്റ് ബി ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ് അത്. കഴിഞ്ഞ കേസ് 1 നമ്മളത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ആൾസോ അസ്യൂം ക്യാപിറ്റൽ എം ബി ദ ലാർജസ്റ്റ് വാല്യൂ സൈ, വാല്യൂ ഫൈയുടെ ഏറ്റവും വലിയ വാല്യൂ നമ്മൾ എം എന്ന് അസ്യൂം ചെയ്തു. ആൻഡ് ആൾസോ വി അസ്യൂം എപ്സിലോൺ ഈസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. നമുക്ക് വീണ്ടും ഇതെല്ലാം പിന്നീട് ആവശ്യമുണ്ട്. ആൻസറിന് വേണ്ടി നമ്മളത് റിക്വയർമെൻ്റ് എഴുതി വെക്കുകയാണ്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അവിടെ നമ്മൾ കേസ് 1 എഫ് എൻ എക്സ് എഴുതിയ പോലെ, എഫ് കെ എക്സ് എഴുതിയ പോലെ ഇവിടെ നമ്മൾ ജി കെ ഓഫ് എക്സ് എഴുതുന്നു. അവിടെയും ജി കെ തന്നെ എഴുതിയിരിക്കുന്നത്, ജി കെ. അപ്പോൾ അതങ്ങനെ എഴുതാം. അവിടെ എഴുതിയ പോലെ ഇൻഫിമം ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എഫ് ജെ എക്സ് എന്ന് എഴുതി, അവിടെ എഴുതിയ പോലെ എഴുതി. ആൻഡ് ആൾസോ ബി എൻ ക്യാൻ ബി റിട്ടൺ ആസ് set x such that gk of x greater than 1 minus epsilon 5x for all k greater than or equal to. ഈ രീതിയിൽ ബി എൻ സെറ്റ് കഴിഞ്ഞാൽ പാർട്ട് 1 അങ്ങനെയല്ല നമ്മൾ എൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബി എൻ ഈ രീതിയിൽ സെറ്റ് ചെയ്യുക ആൻസറിന് വേണ്ടി. ഫ്രം ദീസ് all fjx fnx are measurable. Therefore, its infimum is measurable. Therefore, gkx is measurable. And also, if gkx is measurable, then that set is measurable. That is the definition of measurable function. F is measurable means b is measurable. Or gkx is measurable, then our assumption bn is measurable. Okay. And from the above part or like that part, for each x g1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞ പോലെ ഇത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചില്ല, അതൊരു ഇത് എഴുതി കാണിക്കാം. അതെന്താണ്, ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ജി കെ ഓഫ് എക്സ് എന്ന് പറയാൻ അവിടെ ചെയ്തേ പോലെ തന്നെ എന്താണ്, എഫ് ഓഫ് അവിടെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ, എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻഫിമം ജി കെ എക്സ്, ഇൻഫിമം എഫ് എൻ എക്സ്. ഈ ജി കെ എന്ന് പറഞ്ഞാൽ ഇൻഫിമം എഫ് എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എഫ് എക്സിന് ഈക്വൽ ആകും.
ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് ബി എൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി എൻ പ്ലസ് 1 പറയണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എക്സ് എൻ എലമെൻറ്റ് ബി എൻ അസ്യൂം ചെയ്തു. അപ്പോൾ എക്സ് എൻ എലമെൻറ്റ് ബി എൻ ആണെങ്കിൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ അസംഷൻ ജി ക്യൂ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ ഇൻറ്റു 5x എന്ന് എഴുതാം. അപ്പോൾ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ചെയ്തു. ഓക്കെ, ഈ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഈ റിസൾട്ട് ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ n+1 ഈ റിസൾട്ട് ട്രൂ ആണ്. n മുതൽ എല്ലാ നമ്പറിനും ശരിയാണ്, n മുതൽ മുകളിലേക്കുള്ള എല്ലാ നമ്പറിനും ശരിയാണെങ്കിൽ n+1 മുതലും മുകളിലേക്കുള്ള എല്ലാം ശരിയാണ്. അതുകൊണ്ട് ദാറ്റ് ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ബി n+1. ദർഫോർ ബി എൻ ഈ സബ്സെറ്റ് ഓഫ് ബി n+1. നമ്മൾ പാർട്ട് 1 ചെയ്ത അതേ സ്റ്റൈൽ തന്നെ. അപ്പോൾ അവിടെ ബി എൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആയി. വീണ്ടും അവിടെ പറഞ്ഞ പോലെ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ബി എൻ എന്ന് പറയണം, അവിടെ ചെയ്ത പോലെ. അതിന് നമ്മൾ എക്സ് എലമെൻറ്റ് ബി എടുക്കുന്നു. അതേപോലെ തന്നെ അവിടെ ചെയ്ത പോലെ തന്നെ സൈ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ദെൻ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ജി കെ ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നു. അതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5x ആണ്. ആ 5x അവർ അസംഷൻ 1 - എപ്സിലോൺ. ഈ 5x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ 5x ആണ്. ഈ 1 - എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1 ആൻഡ് 5 ലൈസ് ബിറ്റ്വീൻ എപ്സിലോൺ ഈസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. Therefore clearly 1 - epsilon is lies between 0 and 1. Therefore psi x is more than 1 - epsilon psi x. ഇതേപോലെ 8 നമുക്ക് എങ്ങനെ എഴുതാം? 0.2 × 8. ഇത് ട്രൂ ആണ്. ഒരു നമ്പറിനെ അതിൻ്റെ ഒന്നിൽ താഴെയുള്ള ഇൻ ബിറ്റ്വീൻ 0 and 1 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഹോൾഡ് ചെയ്യും ഉണ്ട് 8 8. അപ്പോൾ അതിൽ 5x ദാറ്റ് 5x ഈസ് ഗ്രേറ്റർ ദാൻ 0. Therefore ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ജി കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ 5x. The limit value is greater than this fixed number. Therefore, after some stage or k greater than or equal to n or for some n, the gk of x ലിമിറ്റ് ഒരു പ്രത്യേക നമ്പറിലേക്ക് ഈക്വൽ ആകുകയാണെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പം ആ സീക്വൻസിൽ എല്ലാവരും ആ നമ്പറുമായിട്ട് വെരി വെരി നിയറസ്റ്റ് ആകുക. അല്ലെങ്കിൽ ജി കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ 5x എന്ന് എഴുതാം. For some n, that means x element bn. അത് ബി എൻ്റെ ഡെഫിനിഷനാണ്, എക്സ് എലമെൻറ്റ് ബി എൻ. ദെർഫോർ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ബി എൻ. അത് നമ്മൾ ബി എൻ്റെ യൂണിയൻ ബി എന്നിലുണ്ട് ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ബി എൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ബി എൻ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ബി - ബി എൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. ബി - ബി എൻ എന്ന് പറയുന്നത് അവിടെ സീക്വൻസ് എഴുതുമ്പോൾ ബി - b1, ബി - b2, ബി - b3 ഈ പോകുന്ന സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണ്. കാരണം b1 b2 എക്സെട്ര ബി എൻ ഇൻക്രീസിങ് ആണ്. b1 b2 ബി എൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബിയിൽ നിന്നും അവരൊന്ന് കറസ്പോണ്ടിങ് മൈനസ് ചെയ്യുമ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, therefore intersection b - bn is equal to, by set theory, this can be written as b - union of bn, and b is a subset of union bn. b is a subset of union bn, then b - union bn is a null set. A subset b, then what is a - b is a null set. By using that property in set theory, this is equal to null set. Therefore measure of that intersection b - bn
equal to measure of null set equal to 0. Then b minus bn is a decreasing sequence, and this values by theorem, this value is equal to limit of nth time. Intersection of b minus bn is decreasing, their intersection is limit b minus bn. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ തിയറം? അപ്പോൾ that equal to 0. From this limit measure of b minus bn equal to 0, there exists an integer n such that ഇതൊക്കെ ഓരോ പ്രോബ്ലംസാണ് മെഷർ തിയറിയിലെ. മെഷർ ഓഫ് ബി മൈനസ് ബി എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ, അങ്ങനത്തെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ തിയറീസ് പറയാൻ നിന്നാൽ ഇതിൻ്റെ ലെങ്ത് കൂടും ഈ വീഡിയോയുടെ. പാർട്ട് 1 ചെയ്ത അതേ സ്റ്റൈല് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ദെൻ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ജി എൻ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ഇൻ്റഗ്രൽ ജി എൻ, ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ബി എൻ ജി എൻ ഡി എക്സ്. Then what is gn? Gn dx is, gn is 1 minus epsilon, then phi, then 1 minus epsilon is outside, integral bn phi dx, and this is greater than or equal to 1 minus epsilon integral bn phi dx, and this integral bn phi dx can be written as integral bn intersection b phi dx, because measure of b minus bn is 0. Measure of b minus bn is 0 or less than, measure of b minus bn is less than epsilon or that equal to 0. That is very, very small. Very, very small. Here bn, then b. Measure of b minus bn, b minus bn, that is this measure of that part is 0. Therefore, integral over bn, that can be written as bn intersection b, bn intersection b. Therefore, integral over bn intersection b can be written as integral over bn intersection b can be written as integral over b minus integral over b minus bn by set theory. By set theory, bn intersection b can be written as bn, that is bn, here bn, then b, the blue shade. ആ ബ്ലൂ ഷെയ്ഡിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ എങ്ങനെ എഴുതാം? ബിയിൽ നിന്ന് ബി മൈനസ് ബി എൻ മൈനസ് ചെയ്താൽ മതി. ബിയിൽ നിന്ന് ഇൻ്റഗ്രൽ ഓവർ ബിയിൽ നിന്ന് ബി മൈനസ് ബി എൻ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ ആവും അതിൻ്റെ കോംപ്ലിമെൻറ്റ്. Therefore, opening the bracket, this written as 1 minus epsilon psi dx minus psi b minus bn psi dx phi dx plus epsilon b minus bn phi dx. bracket open ചെയ്തെഴുതി. Okay. This epsilon is very, very small. Therefore, this is arbitrary value. Epsilon is arbitrary.
therefore it is 0, and the maximum value of phi is capital M, therefore this can be written as 1 minus epsilon integral phi dx minus capital M, the maximum value applied, M, measure of b minus bn. ഇതിനൊരു ഈ ഫൈ ഫംഗ്ഷന്, ഈ സിമ്പിൾ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എം എഴുതിയാൽ എം അറ്റ്സ് ഔട്ട് സൈഡ് ഇൻ്റഗ്രൽ ഓഫ് ഇങ്ങനെ ഒരു തിയറി വരും, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട് ഈ മെഷർ തിയറി. ഇൻ്റഗ്രൽ ഓഫ് 1 dx എ ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് എ. ആ തിയറി അപ്ലൈ ചെയ്തു. ഓക്കെ, ആൻഡ് മെഷർ ഓഫ് ബി മൈനസ് ബി എൻ, എം our value is greater than 1 minus epsilon integral phi dx minus a capital M, then measure of b minus bn. What is measure of b minus bn? That is epsilon, less than epsilon. Therefore, which implies integral fn dx is greater than integral phi dx minus epsilon integral phi dx minus capital M into E, or all n greater than or equal to n. Then epsilon is very arbitrary. This is 0, this is 0. Therefore, integral fn dx greater than ലിമിറ്റ് ഇൻഫിമം അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ, ഇവിടെ നമ്മൾ ആർബിട്രറി നമ്പർ എപ്സിലോൺ വെരി വെരി സ്മോൾ നമ്പർ റിമൂവ് ചെയ്തു. ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി എക്സ് എന്ന് കിട്ടി. ആൻഡ് ദിസ് വാല്യൂ ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ്, ഇവിടെ ചേഞ്ച് ഇല്ല, 5 dx തന്നെ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ phi dx is less than or equal to limit infimum integral fn dx എന്ന് കിട്ടി. അപ്പോൾ 1ലും നമ്മൾ ഇത് തന്നെ ചെയ്ത, കേസ് 1ലും. അപ്പോൾ കേസ് 2ൽ ഇത് തന്നെ കിട്ടി. ഇനി ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിൽ സുപ്രീമം കൊടുക്കുന്നു. ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ കിട്ടുന്നതിന് വേണ്ടി phi ലെസ് ദാൻ ഓർ എഫ് കൊടുത്തു. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് കിട്ടി. റൈറ്റിൽ ചേഞ്ച് ഇല്ല. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ഇൻഫിമം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ഇൻഫിമം എഫ് എൻ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഹെൻസ് ദി റിസൾട്ട്, ദാറ്റ് ഈസ് ഫാറ്റൂസ് ലെമ്മ. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, നൈംഡ് തിയറം, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റൂസ് ലെമ്മ 2 കേസായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതിൽ സെറ്റ് തിയറി കുറേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ.